ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ചില്ലി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി തന്നെ വേണം, എന്നാലാണ് ചിക്കൻ ചില്ലി നല്ല കളർഫുൾ ആവുള്ളൂ ഗൈസ്. പിന്നെ പാകത്തിന് ഉപ്പ്, സോയ് സോസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ. ഇതെല്ലാം ഓരോ സ്പൂൺ വീതം മതി കേട്ടോ. കോൺഫ്ലോർ 2-3 സ്പൂണൊക്കെ ഇട്ടോ, പ്രശ്നമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചൊരു പരുവാക്കിയിട്ട് അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാണ്ട് മാറ്റി വെച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ചിക്കൻ ലിവറൊക്കെ എന്തിനാ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത്? അതെ, നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ സാറിന്റെ വീഡിയോ കണ്ട മുതൽ പിന്നെ അവിടെ നിന്നാണ്ട് ഞാൻ ചിക്കൻ ലിവർ എടുക്കൂട്ടോ. ഇതിന് മുന്നൊക്കെ ആയിരുന്നു ഞാൻ ചിക്കൻ്റെ ലിവർ ഒഴിവാക്കിയിരുന്നു ചെയ്യുന്നത്. പിന്നെ സാറിന്റെ വീഡിയോ കണ്ട മുതൽ നമ്മളിപ്പോൾ എന്തിനാ ഇത്രയും കാലം കഴിക്കാതിരുന്നത് എന്നൊക്കെ ചിന്തിച്ചു. ഇതൊക്കെ ഉണ്ടല്ലോ ഫ്രൈ ആക്കിയിട്ട് കൊണ്ട് കഴിച്ചു നോക്കാം, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ റെസിപ്പിയിലോട്ട് വരാം. ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ഭാഗം കുക്കായി വരുമ്പോൾ തിരിച്ചിട്ടെടുത്തോ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാണ് മാറ്റി. ഫ്രണ്ട്സ്, സത്യം പറയാലോ, ഈ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രൈ ആക്കി കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനെ ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, കാശ്മീരി ചില്ലി, സോയ് സോസ്, ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോ. പിന്നെ കുറച്ച് കോൺഫ്ലോറോടെ കലക്കിയിട്ടാണ് ചേർത്തോ. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് മെയിൻ ആയിട്ടും വരാണ്ട് ക്യാപ്സിക്കം വരാണ്ട് കേട്ടോ, അതും കൂടി ഇട്ടെടുത്തിട്ട് ചിക്കനും ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കും. പിന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ടോ. ഈ ഒരു മല്ലിച്ചപ്പ് ഇതിൽ എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതൊന്നും ഇട്ടെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതുപോലെ അങ്ങ് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് സെർവ് ചെയ്യാൻ എടുക്കുമ്പോണ്ടല്ലോ ഉള്ളി ടേസ്റ്റാണ്. ഇനി അടുത്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ട് ഒന്ന് ചിക്കൻ എടുക്കുക. നിങ്ങൾക്ക് ഇനി 3 വേണമെങ്കിൽ 3 എടുത്തോ, അത് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ഓയിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗൈസ്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ക്യാപ്സിക്കം അല്ല, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് എല്ലാം കൂടെ ഇട്ടെടുത്തിട്ട് ജസ്റ്റ് 2 മിനിറ്റ് മാത്രം വഴറ്റിയെടുക്കുക കേട്ടോ. ഓവർ കുക്ക് നോ. എന്നിട്ട് എന്താ പിന്നെ ലാസ്റ്റ് നമ്മുടെ റൈസ് അങ്ങോട്ട് തട്ടി കൊടുക്കുക. റൈസ് ഒരു 1/4 ഭാഗം മാത്രം വേവാനേ പാടുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് നമ്മളെ മുന്നിൽ റെഡി ആവുള്ളൂ. പിന്നെ ഒരു കാര്യം മറന്നു ഗൈസ്, ഞാനേ കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട, നോട്ട് ദ പോയിന്റ്. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് നമ്മളെ മുട്ട ചിക്കിയത് എല്ലാം ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുടഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് പരിപാടി. സിമ്പിൾ അല്ലേ? അപ്പോൾ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ലാസ്റ്റ് ചടങ്ങ് കഴിക്കൽ. അപ്പോൾ ഗൈസ് എല്ലാവരും വരൂ, നമുക്ക് ടേസ്റ്റ് നോക്കാം.